ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കാനുള്ളതെന്ന് വെച്ച് കൂളിംഗ് സിസ്റ്റംസ് കൂളിംഗ് സിസ്റ്റംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ എൻജിൻ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെയാണ് നമ്മുടെ കമ്പഷൻ നടക്കുന്നത്. ഇപ്പൊ സിലിണ്ടറും പിസ്റ്റന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലാണ് കമ്പഷൻ നടക്കുന്നത്. ഇപ്പൊ കമ്പഷൻ നടന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ടോട്ടൽ 100% എനർജിയും വർക്കായിട്ട് കൺവേർട്ട് ആവത്തില്ല. അപ്പൊ അത് കൺവേർട്ട് ആവുന്നത് 30% മാത്രമേ വർക്കായിട്ട് കൺവേർട്ട് ആവത്തുള്ളൂ. പിന്നെ റെസ്റ്റ് വരുന്ന ഒരു 40% നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസിന്റെ കൂടെ ഹീറ്റ് എനർജി പുറത്തു പോവുക ചെയ്യുന്നത്. ബാക്കി വരുന്ന 30% 30% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് എനർജി ആയിട്ട് എഞ്ചിന്റെ കമ്പോണൻസ് അബ്സോർബ് ചെയ്യുക ചെയ്യുന്നത്. ബാക്കി വരുന്ന 30%. അപ്പം ഈ ഒരു ഹീറ്റ് എഞ്ചിന്റെ കമ്പോണൻസ് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന്റെ ടെമ്പറേച്ചേഴ്സ് എല്ലാം കൂടും. ടെമ്പറേച്ചർ കൂടുന്നത് കാരണം അതിനകത്തുള്ള ഓയില് ബ്രേക്ക് ഡൗൺ ആവും. അതിനകത്ത് പിസ്റ്റൺ റിങ്സ് എല്ലാം ജാം ആവാനായിട്ടും വേറെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു 30% ഓഫ് ഹീറ്റ് പ്രോപ്പറായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ കളയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂളിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ 2 ടൈപ്പ് ഉണ്ട്. എയർ കൂളിംഗ് സിസ്റ്റം ഉണ്ട്, ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഉണ്ട്. ഇപ്പൊ ഈ 2 ടൈപ്പ് കൂളിംഗ് സിസ്റ്റം ആണെങ്കിലും അവർക്ക് വേണ്ട കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ചെയ്യേണ്ട കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സസ് ഹീറ്റ് റിമൂവ് ചെയ്യണം. എഞ്ചിനകത്തുള്ള എക്സസ് ഹീറ്റ് റിമൂവ് ചെയ്യണം. സെക്കൻഡ്, ആ എഞ്ചിന് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാലും പ്രോബ്ലം ആണ്. എഞ്ചിന്റെ ടെമ്പറേച്ചർ കൂടിയാലും പ്രശ്നമാണ്, എഞ്ചിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞാലും പ്രശ്നം. ഇപ്പൊ കുറഞ്ഞാലും പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഫ്യൂവൽ നമുക്ക് ഇഞ്ചെക്ട് ചെയ്യേണ്ടി വരും ഈ സെയിം പവർ കിട്ടാനായിട്ട്. അപ്പം മീൻ എഞ്ചിന്റെ ടെമ്പറേച്ചർ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അതും ഈ കൂളിംഗ് സിസ്റ്റത്തിന്റെ റിക്വയർമെന്റ് ആണ്. തേർഡ് റിക്വയർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വണ്ടി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ആ ഒരു ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിൽ എത്തിക്കുക. അതും ഒരു കൂളിംഗ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസിൽ വരുന്നതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് 2 ടൈപ്പ് കൂളിംഗ് സിസ്റ്റംസ് ഉള്ളത്. എയർ കൂളിംഗും ഉണ്ട്, ലിക്വിഡ് കൂളിംഗും ഉണ്ട്. ഇപ്പം എയർ കൂളിംഗ് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും കണ്ടിട്ടുള്ള സംഭവമാണ്. ഇപ്പൊ നമുക്ക് ബൈക്സിന്റെ എഞ്ചിന്റെ എല്ലാം യൂസ് ചെയ്യുന്ന എയർ കൂളിംഗ് ആണ്. അപ്പൊ അവിടെ വരുന്ന ഫിൻസ് ആണ്. ഫിൻസ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിന്റെ സർഫസ് ഏരിയ കൂട്ടാനായിട്ടാണ്. ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ പ്രൊജക്ഷൻസ് ഫിൻസ് നമുക്ക് കൊടുക്കുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം എന്തെങ്കിലും വെള്ളം ആറ്റാൻ വെക്കുകയാണെങ്കിലും ചെറിയ പാത്രത്തിൽ വെക്കുന്നേക്കാളും നല്ലത് വലിയ പാത്രത്തിൽ വെക്കുക. കാരണം സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് തണുക്കും അത്. ഇപ്പം അതേപോലെ തന്നെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇതിന്റെ വെലോസിറ്റി, എയർ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും, എയറിന്റെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, എത്ര എഫിഷ്യന്റ് ആയിട്ട് പോകുക എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഇവിടെ സൈഡിൽ കൊടുത്തേക്കുന്നത് നോട്ടിൽ എഴുതിയെടുക്കുന്നത്. ഇപ്പം എയർ കൂളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ സർഫസിൽ നമ്മൾ ഫിൻസ് വെച്ചിട്ട് ഹീറ്റിനെ ഡിസിപ്പേറ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഫിൻസ് ആണ്. അതൊരു മെറ്റാലിക് റിഡ്ജസ് ആണ്. അപ്പൊ അതിന്റെ എത്ര സൈസ് ഉണ്ടോ അതായിരിക്കും ഹീറ്റ് എത്രത്തോളം ഹീറ്റ് എക്സ്പെല് ചെയ്യുന്നു എന്ന് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഫിൻസ് വരയ്ക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഡയഗ്രാം വരച്ചാൽ മതി. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയഗ്രാം വരച്ചാൽ മതി. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു സിലിണ്ടറും ക്രാങ്ക് കേസും പിന്നെ അതിനകത്ത് ഫിൻസ് കാണിക്കാനായിട്ട് ലൈൻസ് മാത്രം വരച്ചാൽ മതി. പിന്നെ എയർ ഫ്ലോയും കൂടി കാണിച്ചേക്കുക. അപ്പൊ ഈ എയർ കൂളിംഗിന്റെ എഫക്റ്റീവ്നെസ് നേരത്തെ പറഞ്ഞ കണക്ക് കുറെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ആണ്. ഒന്ന്, എത്ര ഏരിയ ഉണ്ട്, ഫിന്നിന്റെ എത്ര ഏരിയ ഉണ്ട്. 2, എത്ര വെലോസിറ്റി ഉണ്ട്, ചുറ്റുമുള്ള എയറിന് എത്ര വെലോസിറ്റി ഉണ്ട്. 3, ഫിന്നിന്റെ ടെമ്പറേച്ചർ. 4, ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ. ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ എഫക്റ്റീവ്നെസ് കുറയും. ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ എഫക്റ്റീവ്നെസ് കൂടും. ഓക്കെ, ഇപ്പം ഇങ്ങനത്തെ സംഭവം, ഇങ്ങനത്തെ എയർ കൂളിംഗ് നമ്മൾ നോർമലി ചെറിയ എൻജിൻസിൽ മാത്രമേ കാണത്തുള്ളൂ. അതായത് മോട്ടോർ സൈക്കിൾസ് അല്ലെങ്കിൽ സ്കൂട്ടറിൽ മാത്രമേ കാണത്തുള്ളൂ. പണ്ട് കാലത്ത് ചില കാറുകളിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത്ര ഇപ്പൊ അധികം യൂസ് ചെയ്യുന്നില്ല. അപ്പൊ നെക്സ്റ്റ് ടൈപ്പ് പറയാം. അഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡിസൈൻ വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ലോ കോസ്റ്റ് ആണ്. എഞ്ചിന്റെ വെയിറ്റ് അധികം കൂടുന്നില്ല. പിന്നെ മെയിൻ്റനൻസ് വളരെ കുറവാണ്. ഫ്രീസിംഗ് എന്നുള്ള പ്രശ്നം ഉണ്ടാവുന്നില്ല. നിങ്ങൾ ലിക്വിഡ്
കൂളിംഗ് സിസ്റ്റത്തിന് എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രീസിങ്ങിന്റെ ഇഷ്യൂസ് എന്തൊക്കെയാണുള്ളത്. അപ്പം നെക്സ്റ്റ് എന്ന് വെച്ചാൽ ചെറിയ എഞ്ചിൻസിന് വേണ്ടി യൂസ്ഫുൾ ആണിത്, സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരുപാട് കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ ചുറ്റുമുള്ള എയർ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. അതേപോലെ എയറിന്റെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ അത് മാറുന്നതനുസരിച്ച് ഇതിന്റെ എഫിഷ്യൻസി മാറിക്കൊണ്ടിരിക്കും. അതേപോലെ ലാർജർ എൻജിൻസിന് ഇത് ഐഡിയൽ അല്ല. നമുക്ക് വലിയ കാറിന്റെ എൻജിൻസിനൊന്നും നമുക്ക് എയർ കൂളിംഗ് ചെയ്യാൻ പറ്റത്തില്ല. ഓവർ ഹീറ്റിംഗിന്റെ റിസ്ക് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ടെമ്പറേച്ചർ കൺട്രോൾ നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞെങ്കിൽ ഇപ്പം ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാ, ഔട്ട്സൈഡ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ടെമ്പറേച്ചർ കൺട്രോൾ ഒരിക്കലും നമ്മുടെ കയ്യിൽ വരുന്ന സംഭവമല്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ലിക്വിഡ് കൂളിംഗിനകത്തോട്ട് വരാം. ഇപ്പൊ ലിക്വിഡ് കൂളിംഗ് നിങ്ങൾ കാറിന്റെ ഫ്രണ്ട് പോർഷൻ തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ, ബോണറ്റ് തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതിനകത്ത് കുറച്ച് കാര്യങ്ങളുള്ളത്. ഒന്ന്, ഫസ്റ്റ് തന്നെ റേഡിയേറ്റർ ഉണ്ട്. അതിന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ഒരു ഫാൻ കാണും. ഇതിന്റെ പമ്പ് ഉണ്ട്. പിന്നെ കേസിംഗ് ആണ്. ഇപ്പൊ ഈ എഞ്ചിൻ സിലിണ്ടറിന്റെ അകത്തെല്ലാം ഫ്ലോ ചെയ്യാനായിട്ടുള്ള ഫ്ലോ പാത്ത് ഉണ്ട്. ഇവിടെ ഒരു തെർമോസ്റ്റാറ്റ് വരുന്നുണ്ട്. തെർമോസ്റ്റാറ്റിൽ നിന്ന് പോയി നിങ്ങൾ തുറക്കുമ്പോൾ തന്നെ കാണുന്ന ഒരു പ്രഷർ റിലീസ് ക്യാപ്പ് എന്ന് പറയുന്ന സാധനമാണ്. അപ്പൊ ഇതിന്റെ വർക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പമ്പ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഇതിന്റെ അതുള്ള വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതുള്ള ലിക്വിഡിനെ സർക്കുലേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓരോ സിലിണ്ടറിന്റെ അടുത്തും അതിന്റെ മുകളിൽ കൂടെ നമ്മൾ കൂളന്റ് സർക്കുലേറ്റ് ചെയ്യുക, ലിക്വിഡ് സർക്കുലേറ്റ് ചെയ്യാണ്. ഇത് തിരിച്ച് ഇവിടെ എത്തുന്നു, തെർമോസ്റ്റാറ്റിൽ എത്തുന്നു. അപ്പൊ തെർമോസ്റ്റാറ്റ് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എത്രയാണെന്ന് ചെക്ക് ചെയ്യും. അത് ഒരു പെർട്ടിക്കുലർ വാല്യൂവിനേക്കാളും കൂടിയാൽ മാത്രമേ അതിനെ ഇങ്ങോട്ട് വിടത്തുള്ളൂ, റേഡിയേറ്ററിലോട്ട് വിടത്തുള്ളൂ. ഇപ്പൊ അതിനകത്ത് ഒരുപാട് ടെമ്പറേച്ചർ കൂടിയിട്ടില്ല, കൂളന്റിന്റെ ടെമ്പറേച്ചർ ഒരുപാട് കൂടിയിട്ടില്ലെങ്കിൽ അത് വീണ്ടും ഇതിനകത്ത് തന്നെ റീസർക്കുലേറ്റ് ചെയ്യും. അപ്പം ഒരു ടെമ്പറേച്ചർ കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ട് വിടും. ഇപ്പൊ റേഡിയേറ്ററിൽ എത്തുമ്പോഴത്തെ റേഡിയേറ്ററിൽ വെളിയിലുള്ള എയർ ഫ്ലോ കാണണം, ഫാൻ കാണണം, ഇതിനകത്തുള്ള കൂളിംഗ് നടക്കും. കൂളിംഗ് നടന്നതിന് ശേഷം തിരിച്ച് വീണ്ടും ഇതിനെ സിലിണ്ടറിലോട്ട് റീസർക്കുലേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ പമ്പിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീസർക്കുലേഷൻ നടത്തുക എന്നുള്ളത്, സർക്കുലേഷൻ നടത്തുക, കൂളന്റിന്റെ സർക്കുലേഷൻ നടത്തുക. തെർമോസ്റ്റാറ്റിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൺട്രോളിംഗ് ആണ് വരുന്നത്. പിന്നെ പ്രഷർ റിലീസ് ക്യാപ്പ്. പ്രഷർ റിലീസ് ക്യാപ്പിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റേഡിയേറ്ററിനകത്ത് പ്രഷർ ബിൽഡപ്പ് ചെയ്യണം. പ്രഷർ ബിൽഡപ്പ് എന്ന് വെച്ചാൽ നമ്മൾ പ്രഷർ കുക്കർ കണക്കാണ്. അപ്പൊ പ്രഷർ ബിൽഡപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ബോയിലിംഗ് ടെമ്പറേച്ചർ കൂടും. അപ്പൊ കൂടുതൽ ഹീറ്റ് അതിന് അബ്സോർബ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരുപാട് പ്രഷർ ബിൽഡപ്പ് ആവാനും പാടില്ല. പ്രഷർ കുക്കറിനെ ഓർത്താൽ ഒരുപാട് ഹീറ്റ് ഒരുപാട് ബോയിലിംഗ് ചേർക്കാൻ പാടില്ല, പ്രഷർ കൂടാൻ പാടില്ല. അല്ലെങ്കിൽ പ്രഷർ കൂടിയാൽ അതിനകത്തുള്ള പൈപ്പിനെല്ലാം ഡാമേജ് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു വരാതിരിക്കാനായിട്ടാണ് ഇവിടെ പ്രഷർ റിലീസ് ക്യാപ്പ് കൊടുത്തേക്കുന്നത്. നമ്മുടെ പ്രഷർ കുക്കറിനകത്ത് ഒരു പർട്ടിക്കുലർ പ്രഷർ കഴിയുമ്പോഴത്തേക്ക് റിലീസ് ചെയ്യത്തില്ലേ, സെയിം കൺസെപ്റ്റ് തന്നെ ഇവിടെ ഉള്ളത്. ഇപ്പൊ തന്നെ ഇവിടെ എഴുതിയേക്കുന്നത് സെയിം സംഭവം തന്നെ. Moves the water cooling system moves the liquid coolant through channels within the engine block. Initially, the coolant travels from the radiator to absorb excess heat generated during the combustion. Once it absorbs this heat, it is directed back to the radiator through the rubber hose. Cooling occurs as incoming air streams into the engine compartment from the front of the vehicle. Once sufficiently cooled, റേഡിയേറ്ററിനകത്ത് കൂളിംഗ് ആയതിനു ശേഷം ദ കൂളന്റ് റിട്ടേൺസ് ടു ദ എഞ്ചിൻ ടു റിപ്പീറ്റ് ദ സൈക്കിൾ. ഇവിടെ പിന്നെ ഓരോ പാർട്സിന്റെയും ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. വാട്ടർ പമ്പ് എന്തിനാണ്? ഇറ്റ് ഈസ് ഫോർ മൂവിംഗ് ദ കൂളന്റ് ത്രൂ ദ കൺസീൽഡ് പാസേജസ്. തെർമോസ്റ്റാറ്റ് എന്താ? ഇറ്റ് എൻഷുവേഴ്സ് ദ കൂളന്റ് റീച്ചസ് എ സ്പെസിഫിക് പ്രീസെറ്റ് ടെമ്പറേച്ചർ ബിഫോർ എൻട്രിങ് ദ റേഡിയേറ്റർ. ഇപ്പം തണുപ്പ് കുറവാണെങ്കിൽ, തണുപ്പാണെങ്കിൽ, ടെമ്പറേച്ചർ അധികം കൂടിയിട്ടില്ലെങ്കിൽ അത് വീണ്ടും റേഡിയേറ്ററിലോട്ട് പോകത്തില്ല, അതിനകത്ത് തന്നെ റീസർക്കുലേറ്റ് ചെയ്തോളൂ എഞ്ചിന്റെ അകത്ത്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും റേഡിയേറ്ററിലോട്ട് പോകുന്നത്. ഇപ്പം ബോയിലിംഗ് വരാതിരിക്കാനായിട്ട് ഹൈ പ്രഷർ വാൽവ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അണ്ടർ പ്രഷർ ബോയിലിംഗ് പോയിന്റ് കൂളിംഗ് ഇൻക്രീസസ്, അത് നടക്കുന്നുണ്ട്. പിന്നെ റേഡിയേ ക്യാപ്പ് പ്രഷർ എക്സസ് പ്രഷർ ഉണ്ടെങ്കിൽ അതിനെ റിലീസ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിനകത്ത് തന്നെ രണ്ടും നോക്കുകയാണെങ്കിൽ, രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ,
എയറിന്റെ എന്ന് വെച്ചാൽ കൂളിംഗ് മീഡിയം എന്ന് വെച്ചാൽ എയർ ആണ്. വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിനകത്ത് വാട്ടറും കാണും. ഇപ്പോഴത്തെ കാലത്ത് വാട്ടർ പ്ലസ് കുറച്ച് കൂളിംഗ് മീഡിയം അല്ലാതെ കൂളന്റും ആഡ് ചെയ്യാറുണ്ട്. കോംപ്ലക്സിറ്റി നോക്കുകയാണെങ്കിൽ എയർ കൂളിംഗ് സിസ്റ്റത്തിന്റെ കേസിൽ വളരെ ലെസ് കോംപ്ലക്സ് ആണ്. വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിന്റെ കേസിൽ അത് കുറച്ചുകൂടെ കോംപ്ലക്സിറ്റി കൂടുതലാണ്. കാരണം റേഡിയേറ്റർ വേണം, പമ്പ് വേണം, തെർമോസ്റ്റാറ്റ് വേണം, അങ്ങനത്തെ കുറെ ആഡഡ് എക്യുപ്മെന്റ്സ് വരുന്നുണ്ട്. കമ്പോണൻസ് വരുമ്പോഴത്തേക്ക് കൂളിംഗ് ഫാന് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ കണക്ക് വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിനകത്ത് വാട്ടർ പമ്പ് ഉണ്ട്, റേഡിയേറ്റർ, തെർമോസ്റ്റാറ്റ്, ഹോസസ് ഇതെല്ലാം അഡീഷണൽ ആണ് വരുന്നത്. എഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ എയർ കൂളിംഗ് സിസ്റ്റത്തിന് കുറവാണ്, വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിന് കുറച്ചുകൂടെ എഫിഷ്യൻസി ഉണ്ട്. മെയിൻ്റനൻസ് ആണെങ്കിൽ എയർ കൂളിംഗ് സിസ്റ്റത്തിന് വലിയ മെയിൻ്റനൻസിന് ആവശ്യമില്ല, വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിന് മെയിൻ്റനൻസിന് ആവശ്യമുണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും നമ്മൾ അതിനകത്ത് വാട്ടർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്, വാട്ടർ കൂളിന്റെ ആവശ്യത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, അതിനകത്ത് എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, അങ്ങനെ കുറെ കാര്യം മെയിൻ്റനൻസ് വരുന്നുണ്ട് അതിനകത്ത്. വെയിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എയർ കൂളിംഗ് സിസ്റ്റം ലൈറ്റർ ആണ്. ഇതിനകത്ത് ഒരുപാട് കമ്പോണൻസ് വരുന്നുണ്ട്. ഇറ്റ് ഈസ് മച്ച് മോർ ഹെവിയർ. ടെമ്പറേച്ചർ കൺട്രോളിന്റെ കേസിൽ എയർ കൂളിംഗിനകത്ത് പ്രിസിഷൻ കുറവാണ്. നേരത്തെ പറഞ്ഞാൽ ഡിപ്പെൻഡ്സ് upon ലോട്ട് ഓഫ് തിങ്സ്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, നമ്മൾ വെഹിക്കിൾ മൂവ് ചെയ്യുന്ന സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ കൺട്രോൾ നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. വൈൽ വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിനകത്ത് നമുക്ക് പ്രിസൈസ് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ റിയോസ്റ്റാറ്റ് വെച്ചിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രമേ കൂളന്റ് റേഡിയേറ്ററിലോട്ട് പോകത്തുള്ളൂ. അപ്പൊ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓവർ ഹീറ്റിംഗിന്റെ റിസ്കിന്റെ കേസിൽ എയർ കൂളിംഗ് സിസ്റ്റത്തിന് റിസ്ക് ഉണ്ട്, ഹയർ റിസ്ക് ആണ്. വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിന്റെ കേസിൽ ലോവർ റിസ്ക് ആണ്. അതൊക്കെ ഇതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ടാണ് വരുന്നത്. ആപ്ലിക്കേഷൻ എയർ കൂളിംഗ് സിസ്റ്റം സ്മോൾ എഞ്ചിൻസിലാണ് വരുന്നത്. വാട്ടർ കൂളിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഓട്ടോമൊബൈൽസ്, ട്രക്സ്, ലാർജർ എഞ്ചിൻസ്, ബേസിക്കലി ലാർജർ എഞ്ചിൻസിലാണ് വരുന്നത്. കോസ്റ്റ് വൈസ് ലോവർ കോസ്റ്റ് ആണ് എയർ കൂളിംഗ് സിസ്റ്റം. വാട്ടർ കൂളിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ ഹയർ കോസ്റ്റ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് നിങ്ങൾക്ക് നോക്കാനുള്ളത് ലൂബ്രിക്കേഷൻ ഓഫ് ഐസി എഞ്ചിൻസ്. അപ്പൊ ലൂബ്രിക്കേഷൻ വരുമ്പോൾ വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് മൂവിംഗ് പാർട്സ് ഉണ്ട്. ഇപ്പൊ ഒരു ഐസി എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ ഒരുപാട് മൂവിംഗ് പാർട്സ് ഉണ്ട്. അതായത് നോസിലിനുണ്ട്, പിസ്റ്റൺ സിലിണ്ടറിനകത്ത് മൂവ് ചെയ്യുന്നുണ്ട്, ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ട്. നോക്കുകയാണെങ്കിൽ ഒരുപാട് മൂവിംഗ് പാർട്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും ഫ്രിക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ഫ്രിക്ഷൻസ് എല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വി യൂസ് ലൂബ്രിക്കേഷൻ. ഇപ്പൊ പ്രൈമറി പർപ്പസ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ടു ലെസൺ friction between moving parts, slowing down the wear and tear rate of the engine parts. പിന്നെ ഇങ്ങനെ വിയർ ആൻഡ് ടയർ അല്ലെങ്കിൽ ഇവിടെ ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് കൂടെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റെഡ്യൂസസ് ദ നോയ്സ് ലെവൽ. അതേപോലെ ചെറിയ തോതിൽ കൂളിംഗും കൊടുക്കാറുണ്ട്. കൂളിംഗ്, കുഷനിങ്, ക്ലീനിങ് എല്ലാം നടക്കാറുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡേർട്ട് വന്നിരിക്കുന്നുണ്ടെങ്കിൽ കൂളന്റ് ഓയിൽ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ലൂബ്രിക്കേഷന്റെ ഫങ്ഷൻസിൽ വരുന്നതാണ്. ഫ്രിക്ഷൻ കുറയ്ക്കുക, അതേപോലെ കൂളിംഗ്, കുഷനിങ്, ക്ലീനിങ് ആൻഡ് സീലിംഗ് എഫക്ട്സ്. ഇപ്പൊ ലൂബ്രിക്കേഷൻ സിസ്റ്റവും പല ടൈപ്പ് ഉണ്ട്. ഇത് ഗ്രാവിറ്റി ലൂബ്രിക്കേഷൻ എന്നാണ് പറയുന്നത്. ഗ്രാവിറ്റി ലൂബ്രിക്കേഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മളൊരു ടാങ്കിനകത്ത് ലൂബ്രിക്കന്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. താഴെ ഒരു നീഡിൽ വാൽവ് കാണും. അത് ചെറുതായിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഗ്രാവിറ്റി കാരണം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഇതിനകത്തുള്ള ലൂബ്രിക്കന്റ് നമ്മുടെ എഞ്ചിനിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതെവിടെ എഴുതിയിരിക്കുന്നത്? In this method, oil is supplied to the parts to be lubricated by means of gravity. The system uses a drop feed oiler. Drop feed എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനാണ് ഡ്രോപ്പ് ഫീഡ് ഓയിലർ എന്ന് പറയുന്നത്. ഒരു കപ്പ് ഉണ്ട്, കൺസിസ്റ്റ് ഓഫ് എ കപ്പ് ആൻഡ് എ നീഡിൽ വാൽവ് അറേഞ്ച്മെന്റ്. The needle valve is operated by means of a screw. ഇപ്പൊ നമ്മള് ഓയിൽ ഫ്ലോ കൂട്ടണമെങ്കിൽ നീഡിൽ വാൽവ് കുറച്ചുകൂടെ തുറന്നു കൊടുക്കണം, ഓയിൽ ഫ്ലോ കുറയ്ക്കണമെങ്കിൽ നീഡിൽ വാൽവ് കുറച്ചു കൊടുക്കണം. ബേസിക്കലി നമ്മുടെ ഇത് ഹോസ്പിറ്റൽസിൽ IV ഇടുന്ന കണക്ക് തന്നെ. IV ഇടുന്ന കണക്കാണ്, ഗ്രാവിറ്റി വെച്ചിട്ടാണ് ഇതിനകത്തുള്ള ലൂബ്രിക്കേറ്റിന്റെ ഫ്ലോ നടക്കുന്നത്. സെക്കൻഡ് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മുടെ സിലിണ്ടർ ഉണ്ട്, പിസ്റ്റൺ ഹെഡ് കൊടുത്തിട്ടുണ്ട്, പിസ്റ്റൺ മുകളിലോട്ടും താഴോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, താഴെ അതിന്റെ ഫ്ലൈ വീൽ ഉണ്ട്, ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് വി ഡു ഇസ് ദാറ്റ് ഇൻ ദ ക്രാങ്ക് കേസ് തന്നെ, ക്രാങ്ക് കേസിനകത്ത് തന്നെ നമ്മൾ ലൂബ്രിക്കന്റ് ഓയിൽ കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഒരു ഡിപ്പർ കൂടെ കൊടുക്കുക. സോ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ച് ഡിപ്പർ ലൂബ്രിക്കന്റ് ഓയിലിൽ വന്ന് ഇമ്മേഴ്സ് ആയിട്ട് ഇതിനെ സ്പ്ലാഷ് ചെയ്യും. അതുകൊണ്ടാണ് അതിന് സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് സ്പ്ലാഷ് ചെയ്തുകൊണ്ടേയിരിക്കും ആസ് ഇറ്റ് റൊട്ടേറ്റ്സ്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ സ്ഥലത്തും എത്തത്തില്ല.
ഇപ്പൊ ഇത് ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം, ഇപ്പൊ മുകളിലത്തെ പോർഷൻസിലൊന്നും എത്താൻ വലിയായിട്ട് ചാൻസ് കുറവാണ്. പക്ഷെ ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു സ്റ്റിൽ മോഡറേറ്റ്ലി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ അതിനെ ചെയ്യുന്നത്, ഇൻ ദിസ് ലൂബ്രിക്കേഷൻ സിസ്റ്റം the lubrication oil is in an oil sump. A scoop or dipper is made in the lowest part of the connecting rod. When the engine runs, the dipper dips in the oil once in every revolution of the crankshaft and causes the oil to splash on the cylinder walls. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ പ്രഷർ ലൂബ്രിക്കേഷൻ ആണ്. പ്രഷർ ലൂബ്രിക്കേഷൻ ഇപ്പൊ നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ ക്രാങ്ക് ഷാഫ്റ്റാണ്. ഈ കാണുന്നത് ക്രാങ്ക് ഷാഫ്റ്റാണ് വരുന്നത്. അതിനകത്ത് പല സിലിണ്ടേഴ്സിന്റെയും കണക്റ്റിംഗ് റോഡ് വന്ന് കണക്ട് ചെയ്തേക്കുക. ഓക്കെ, ഇതിനകത്തും ഒരു ഓയിൽ സമ്പ് ഉണ്ട്. ഓയിൽ സമ്പിന്റെ അകത്തുനിന്ന് പമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഓയിലിനെ പമ്പ് ചെയ്യുന്നത്. ജസ്റ്റ് സ്പ്ലാഷ് ചെയ്യുമായിരുന്നു. ഇത് ഒരു പമ്പ്, ഓയിൽ പമ്പ് വെക്കുന്നുണ്ട്. അതേപോലെ ഓയിൽ പാസേജസ് കൊടുത്തിട്ടുണ്ട് പലയിടത്തും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓയിൽ പാസേജസ് കൊടുത്തിട്ടുണ്ട്, പലയിടത്തും സ്പ്രിങ്കിൾ ചെയ്ത് വരുന്നുണ്ട്. ഈ ഓയിൽ പമ്പ് വെച്ചേക്കുന്നത് കൊണ്ടും ഈ ഓയിൽ പാസേജ് ഉള്ളത് കൊണ്ടും വി ക്യാൻ റീച്ച് മച്ച് മോർ പാർട്സ് ഓഫ് ദ എൻജിൻ. പല സ്ഥലത്തും ചെന്നിട്ട് ഓയിൽ പമ്പ് ചെയ്ത് അതിന് ലൂബ്രിക്കേഷൻ കൊടുക്കാൻ പറ്റും. അതാണ് പ്രഷർ ലൂബ്രിക്കേഷൻ. ഗ്രാവിറ്റി ലൂബ്രിക്കേഷൻ ഉണ്ടായിരുന്നു, സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ ഉണ്ട്, പ്രഷർ ലൂബ്രിക്കേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഫിഗർ വെച്ചാൽ മതി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. So then the explanation taken. Oil pump is used in a pressure lubrication system to pressurize the oil and supply to the engine or other machine's moving parts. Pressure lubrication system delivers precise and appropriate lubrication for high speed or high load applications and stops oil leaks or contamination. A pressure relief valve and an oil filter are often included in pressure lubrication system to ensure quality and amount of the oil. ഇവിടെ ഫിൽറ്റർ കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞാണ്, ലൂബ്രിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് ക്ലീനിങ് പ്രോസസ് കൂടി കുറച്ച് നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്തെങ്കിലും ഡേർട്ട് ഇരിപ്പുണ്ടെങ്കിൽ അതെല്ലാം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. വീണ്ടും ഇതേ ഓയിൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സോ വാട്ട് വി ഡു ഇസ് വി മേക്ക് ഇറ്റ് പാസ് ത്രൂ എൻ ഓയിൽ ഫിൽറ്റർ. അതിനകത്തുള്ള ഡേർട്ടിനെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമായിരിക്കും വീണ്ടും പമ്പ് ചെയ്യുന്നത്. സോ ലൂബ്രിക്കേഷൻ ഈ 3 ടൈപ്പാണ് വരുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 2 മെയിൻ ടോപ്പിക്സ് ആണ്. CRDi എന്ന് പറഞ്ഞ ടോപ്പിക്കും ഉണ്ട്, MPFI എന്ന് പറഞ്ഞത്. ഈ 2 പോർഷൻസിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ സ്റ്റഡി ദിസ് പ്രോപ്പർലി. ഈ 2 പോർഷൻസ്, ഇനി വരാൻ പോകുന്ന 2 പോർഷൻസ്. ഇപ്പൊ CRDi എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. ഇത് ഡീസൽ എഞ്ചിൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം കോമൺ റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു പോർഷൻ ആണ് കോമൺ റെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി ഇതൊരു ഹോളോ സിലിണ്ടർ ഈ വരുന്നത് കാണുന്നത് ഒരു ഹോളോ സിലിണ്ടർ. ഇപ്പൊ ഡീസൽ എഞ്ചിൻ നമ്മൾ ഓർക്കുകയാണെങ്കിൽ, ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിലാവും. ഇപ്പം ഡീസൽ എഞ്ചിനിൽ നമ്മൾ എയറിനെ കംപ്രസ് ചെയ്തതിന് ശേഷം ഇൻ ദി എൻഡ് ആണ് നമ്മൾ ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത്. സോ ഈ കാണുന്നത് 4 ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സ് ആണ്. ഇതിനകത്ത് നമ്മൾ ഇതിനെ ഇലക്ട്രോണിക്കലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഈ ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സിനെ. ഇപ്പൊ ബേസിക്കലി ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കോമൺ റെയിലിനകത്ത്, ഈ ഒരു ഹോളോ സിലിണ്ടറിനകത്ത് ഹൈ പ്രഷർ ഫ്യൂവൽ നമ്മൾ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഇലക്ട്രോണിക്കലി ഏത് ഇഞ്ചക്ടർ ആണോ നമുക്ക് യൂസ് ചെയ്യേണ്ടത് അത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പം ഈ ഒരു ഫിഗറാണ് വരയ്ക്കേണ്ടത്. ഇവിടെ നോക്കുക, ടാങ്ക് ഉണ്ട്, ഫ്യൂവൽ ഫിൽറ്റർ ഉണ്ട്, ഫ്യൂവൽ പമ്പ് ഉണ്ട്, പ്രഷർ കൺട്രോൾ വാൽവ് ഉണ്ട്. അത് കഴിഞ്ഞ് ഹൈ പ്രഷർ പിസ്റ്റൺ പമ്പ് ഉണ്ട്. ഈ പിസ്റ്റൺ പമ്പാണ് നമ്മുടെ കോമൺ റെയിലിലോട്ട് കൊടുക്കുന്നത്. കോമൺ റെയിലിൽ നിന്ന് ഇഞ്ചക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ECU എന്ന് പറയുന്ന സാധനം. ECU എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് എന്നാണ് പറയുന്നത്. ഈ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് ആണ് ഈ ഇഞ്ചക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ എല്ലാത്തിനും കണക്ഷൻ കൊടുക്കാൻ മറക്കല്ലേ, ഈ ഇഞ്ചക്ടേഴ്സിലോട്ട് കണക്ഷൻ കൊടുക്കും. ഇതും ഇവിടെ മാത്രമല്ല ഉള്ളത്, ഇറ്റ് ഓൾസോ ടേക്സ് കെയർ ഓഫ് ടെമ്പറേച്ചർ. ഇപ്പൊ എഞ്ചിൻ ടെമ്പറേച്ചർ എത്ര ഉണ്ട്, പ്രഷർ, ഇവിടുത്തെ വാൽവിലെ പ്രഷർ എത്ര ഉണ്ട്, ഇതെല്ലാം ഈ ഇൻപുട്സ് ആയിട്ട് എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിലോട്ട് പോകും. ഇതെല്ലാം നോക്കിയതിന് ശേഷം the ECU determines how much fuel has to be put in to each injector. ഓരോ ഇഞ്ചക്ടറിലോട്ടും എത്ര ഫ്യൂവൽ കൊടുക്കണമെന്ന് ECU ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ ഡിഫറെന്റ് കമ്പോണൻസ് പറഞ്ഞാൽ ഇത് നമുക്ക് ഹൈ പ്രഷർ ഫ്യൂവൽ പമ്പ് ഉണ്ട്. അതിന്റെ ആവശ്യം എന്താണ്, പ്രഷറൈസ്ഡ് ഫ്യൂവലിനെ
കോമൺ ഫ്യൂൽ റെയിലിലോട്ട് സപ്ലൈ ചെയ്യുക. കോമൺ ഫ്യൂൽ റെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൈ പ്രഷർ ഫ്യൂലിനെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ നിന്നാണ് ഇഞ്ചക്ടേഴ്സിലോട്ട് പോകുന്നത്. ഇഞ്ചക്ടേഴ്സ് എന്ന് വെച്ചാൽ ഇറ്റ് റെഡ്യൂസസ് ഫ്യൂൽ ഇൻ ടു ദ കമ്പഷൻ ചേംബർ. ECU എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ആക്ട്സ് ആസ് ദ ബ്രെയിൻ ഓഫ് CRDi സിസ്റ്റം. ഐ സ്മോൾ ആയിട്ട് എഴുതുന്നത് എപ്പോഴും. It receives input from various sensors that monitor engine conditions and adjust the fuel injection process accordingly. ഇതിനെയാണ് നമ്മൾ CRDi എന്ന് പറയുന്നത് ഇൻപുട്ടിൽ. സംതിങ് സിമിലർ എന്നാണ്. പക്ഷെ ഇതിനകത്ത് അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ CRDi വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഫസ്റ്റ് അഡ്വാൻറ്റേജ് അതിന്റെ എഞ്ചിന്റെ പവർ നമുക്ക് കൂട്ടാൻ പറ്റും. സെക്കൻഡ്, ആക്സിലറേഷൻ എൻഹാൻസ് ചെയ്യാൻ പറ്റും. നോയ്സും വൈബ്രേഷൻ കുറയ്ക്കാൻ പറ്റും CRDi വെച്ചിട്ട്. അതുപോലെ മൈലേജ് കൂടും, വണ്ടിക്ക് കിട്ടുന്ന മൈലേജ് കൂടും, എമിഷൻസ് കുറയും. ഈ മൂന്നും ലിങ്ക്ഡ് ആയിട്ടുള്ള ടേംസ്. മൈലേജ് കൂടും, എമിഷൻ കുറയും, ഫ്യൂൽ കൺസപ്ഷൻ കുറയും. ഓക്കെ. അതുപോലെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരുപാട് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കമ്പോണൻസ് ഒക്കെ വരുന്നുണ്ട്. വെഹിക്കിളിന്റെ കോസ്റ്റ് കൂടുതലായിരിക്കും. അതിനകത്ത് പല കമ്പോണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസേഴ്സ് ഇതെല്ലാം വരുന്നുണ്ട്. അതിന്റെ എക്സ്പെൻസ് കൂടുതലായിരിക്കും ചെയ്യാൻ. കമ്പോണൻസിനെയും പാർട്സിനെയും എക്സ്പെൻസ് കൂടുതലായിരിക്കും. അതിന്റെ മെയിൻ്റെനൻസ് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിരിക്കും. ഒരുപാട് കമ്പോണൻസ് ഉണ്ടായാലും ഡിസൈൻ കോംപ്ലെക്സ് ആണ്. എല്ലാം പ്രോപ്പറായിട്ട് ആക്യുറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് ഇച്ചിരി കോംപ്ലെക്സ് ആയിട്ട് ഡിസൈൻ. അതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ്. നെക്സ്റ്റ്, മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ്. ഇപ്പം CRDi ഡീസൽ എഞ്ചിൻ ആയിരുന്നു. മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്രോൾ എഞ്ചിൻസിലാണ് പറ്റുന്നത്. ഇപ്പം നേരത്തെ കാർബറേറ്റർ പഠിപ്പിച്ച ഓർമ്മയുണ്ടെങ്കിൽ നമുക്കറിയാം, അതിനകത്ത് സിംഗിൾ പോയിന്റ് ഇഞ്ചക്ഷൻ, അതായത് എയർ ഫ്ലോ ഉണ്ട്, അതിനകത്തൊരു വെൻച്യൂറി വരുന്നുണ്ട്. വെൻച്യൂറിയുടെ അവിടെ ആയിട്ടാണ് നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. ഇപ്പൊ സിംഗിൾ പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഒരു സ്ഥലത്ത് മാത്രം ഫ്യൂൽ ഇഞ്ചക്ഷൻ വരും. എന്നിട്ട് ഏത് വാൽവ് ആണോ തുറക്കുന്നത് അതിനനുസരിച്ച് എയർ ഫ്യൂൽ മിക്സ്ചർ ആ സിലിണ്ടറിലോട്ട് കയറുക ചെയ്യുന്നത്. പിന്നെ അത് കൺട്രോൾ ഒന്നുമില്ല, വലിയ പ്രത്യേകിച്ച് പ്രിസൈസ് കൺട്രോൾ ഒന്നുമില്ല. മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷനിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ എയർ വരുന്നുണ്ട്, കാർബറേറ്റർ ഇല്ല. MPFIക്കകത്ത് കാർബറേറ്റർ ഇല്ല. ഇൻസ്റ്റെഡ് വാട്ട് ദേ ഡു ഈസ് ദാറ്റ് ഇവിടെ എയർ മാത്രം സപ്ലൈ ചെയ്യും. എന്നിട്ട് ഓരോ സിലിണ്ടറിന്റെയും തൊട്ട് മുമ്പായിട്ട്, ജസ്റ്റ് മുമ്പായിട്ട് ഇഞ്ചക്ടർ വയ്ക്കും. ഓരോ സിലിണ്ടറിനും സ്പെസിഫിക് ആയിട്ട് ഒരു ഇഞ്ചക്ടർ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ 1 ഇഞ്ചക്ടർ ആണെങ്കിൽ ഇവിടെ 4 ഉണ്ട്. അതുകൊണ്ടാണ് മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഇൻടേക്ക് മാനിഫോൾഡിനകത്ത് നിന്ന് എയർ വരുന്നു. പിന്നെ ഏതാണോ സിലിണ്ടറിലാണോ സപ്ലൈ കൊടുക്കുന്നതനുസരിച്ച് ആ ഇഞ്ചക്ടർ വർക്ക് ചെയ്യും. ഇവിടെയും നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ECU യൂണിറ്റ് ഉണ്ട് നോക്കാനായിട്ട്. ഇതാണ് ഇവിടെ MPFI യൂണിറ്റ് എന്ന് വെച്ചാൽ. ഇപ്പൊ ഇവിടെ ഫ്യൂൽ ടാങ്ക് ഉണ്ട്, ഫ്യൂൽ പമ്പ് വഴി ത്രൂ ഫ്യൂൽ ഫിൽറ്റർ നമ്മളൊരു ഫ്യൂൽ റെയിലിൽ എത്തുന്നുണ്ട്. അവിടെ ഫ്യൂൽ പ്രഷർ റെഗുലേറ്റർ ഉണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ സിലിണ്ടേഴ്സിനായിട്ട് ഓരോ സിലിണ്ടറിനും ഓരോ ഇഞ്ചക്ടർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞ കണക്ക് ECU തന്നെ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പൊ ECUക്കകത്തോട്ട് പലതിന്റെയും ഇൻപുട്സ് വരുന്നുണ്ട്. ത്രോട്ടിൽ പൊസിഷൻ വരുന്നുണ്ട്, കൂളൻ ടെമ്പറേച്ചർ. ത്രോട്ടിൽ പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണല്ലേ, ഈ ഒരു വാൽവ്, ഇതിനാണ് നമ്മൾ ത്രോട്ടിൽ വാൽവ് എന്ന് പറയുന്നത്. ഇതിന്റെ പൊസിഷൻ എന്നുള്ള പൊസിഷൻ വരുന്നുണ്ട്. കൂളന്റിന്റെ ടെമ്പറേച്ചറിനകത്തുള്ള ഇൻപുട്ട് വരുന്നുണ്ട്, ഓയിൽ ടെമ്പറേച്ചറിന് ഇൻപുട്ട് വരുന്നുണ്ട്, ഓക്സിജൻ സെൻസർ ഉണ്ട്, ഇൻടേക്ക് എയർ ടെമ്പറേച്ചർ നോക്കുന്നതാണ്, അകത്തോട്ട് എത്ര എയർ ടെമ്പറേച്ചർ വരുന്നുണ്ട്. പിന്നെ ചിലതിനകത്ത് ചെയ്യുന്നത് എക്സോസ്റ്റിലെ കമ്പഷൻ ഗ്യാസസ് എന്തൊക്കെയുണ്ട് അതും ചെക്ക് ചെയ്യുന്ന സെൻസേഴ്സ് ഉണ്ട്. അപ്പൊ അതെല്ലാം ECUയിലോട്ട് കൊടുക്കും. ഈ ECU ആണ് ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് ഏറ്റവും എഫിഷ്യന്റ് ആയ രീതിയിലുള്ള ഫ്യൂവൽ സപ്ലൈ എങ്ങനെ ചെയ്യാന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഈ ഇഞ്ചക്ടേഴ്സ് യൂസ് ചെയ്യിപ്പിക്കുന്നത്. ഇതാണ് MPFI എന്ന് വെച്ച് കഴിഞ്ഞാൽ. MPFI എന്ന് വെച്ചാൽ ഇൻജെക്ട്സ് ഫ്യൂൽ ഇൻ ടു ദ ഇൻടേക്ക് പോർട്സ് upstream of each cylinder's intake valve. The sensors collect data on engine conditions like throttle position, coolant temperature, exhaust gases, engine speed, etc. The engine control unit collects and processes this data to control the
optimum air fuel mixture. But depending on the measurements, the ECU directs the fuel injector to deliver the precise amount of fuel into each cylinder valve for perfect combustion. Finally, the right amount of fuel is mixed with incoming air. This creates the ideal combustion mixture ignited by the spark plugs to complete the combustion. For carburetor case, there is no externally നമുക്ക് അധികം കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. MPFI കേസിൽ നമ്മൾ ECU വെച്ചിട്ട് എത്രയാണോ മിക്സ്ചർ വേണ്ടത് അതിന് എക്സാക്ട് ആ വാല്യൂ തന്നെ നമ്മൾ കൊടുക്കുക ചെയ്യും. ഇതിനും കുറച്ച് അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ CRDiക്ക് അത് പവർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ പവർ ഇൻക്രീസ് ഉണ്ട്, ബട്ട് അത് അത്രയും മിനിമൽ ആണ്, അത്രയ്ക്ക് കൂടുതൽ ഇൻക്രീസ് വന്നിട്ടില്ല. ബട്ട് അഡ്വാൻറ്റേജ് വേറെ എന്ന് വെച്ചാൽ വൈബ്രേഷൻ കുറയും, എഞ്ചിന്റെ അകത്തുള്ള വൈബ്രേഷൻ കുറയും. കാരണം പിന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ത്രോട്ടിൽ വാൽവ് എന്നുള്ള സെൻസർ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. എഞ്ചിന്റെ റെസ്പോൺസ് അത്രയും സ്പീഡി റെസ്പോൺസ് ആയിരിക്കും വരുന്നത്, ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആയിരിക്കും കിട്ടുന്നത് എഞ്ചിനിൽ. ആക്സിലേറ്റർ ചവിട്ടുന്നതിന് അതേപോലെ അവിടെ നിന്ന് തന്നെ എഞ്ചിൻ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തിട്ട് ആക്സിലേറ്റർ ചെയ്യുക ചെയ്യും. പിന്നെ നേരത്തെ പോലെ തന്നെ ഫ്യൂൽ സപ്ലൈ കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയതുകൊണ്ട് മൈലേജ് കൂടും, കമ്പഷൻ എക്സോസ്റ്റ് ഗ്യാസസിന്റെ പ്രോബ്ലം കൂടും, കുറയും, മിനിമം ഫ്യൂൽ യൂസേജ് വരത്തുള്ളൂ. നേരത്തെ പോലെ തന്നെ ഇവിടെയും കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. റെഗുലർ മെയിൻ്റനൻസ് വേണ്ടി വരും, എക്സ്പെൻസീവ് ആണ്. സാധാ കാർബറേറ്റേഴ്സ് നോക്കുമ്പോൾ ഒരുപാട് കമ്പോണൻസും സെൻസേഴ്സും ഉണ്ടായതുകൊണ്ട് ഇത് കോംപ്ലക്സ് ഡിസൈനും ആണല്ലോ. ഇതാണ് നമ്മുടെ MPFI സിസ്റ്റം എന്ന് വെച്ചാൽ. ഇനി ഇവിടെ ഫസ്റ്റ് മോഡ്യൂളില് ലാസ്റ്റ് ടോപ്പിക് എന്ന് വെച്ചാൽ ഇതാ ഹൈബ്രിഡ് എഞ്ചിൻസ് ആണ്. ഓൾമോസ്റ്റ് എല്ലാവരും കുറെയൊക്കെ അറിയായിരിക്കും. ഹൈബ്രിഡ് എഞ്ചിൻസ് പറയുമ്പോൾ രണ്ടും നോക്കുന്നുണ്ട്. IC എഞ്ചിൻസും വരുന്നുണ്ട് അതിനകത്ത് അല്ലാതെ ഇലക്ട്രിക്കൽ മോട്ടോഴ്സും വരുന്നുണ്ട്. ഇപ്പം രണ്ടും യൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ IC എഞ്ചിന്റെ എഫിഷ്യൻസി എന്ന് വെച്ചാലും വളരെ കുറവാണ്, 30 to 40% കിട്ടത്തുള്ളൂ. ഇലക്ട്രിക്കൽ മോട്ടോഴ്സിന്റെ എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഗോ മോർ ദാൻ 90%. അപ്പം എഫിഷ്യൻസി കൂടുന്നതനുസരിച്ച് പവർ ഫ്യൂവൽ സോഴ്സ് റിക്വയർഡ് കുറവല്ലേ. അപ്പം ഇത് രണ്ടും കൂടെ നോക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇലക്ട്രിക് മോട്ടറിന് കൂടുതലാണ്. അതേപോലെ IC എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ ഹൈ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ IC എഞ്ചിൻസ് ആണ് ബെറ്റർ. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ രണ്ടിന്റെ അഡ്വാൻറ്റേജസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് കമ്പൈൻസ് ബോത്ത് an IC എഞ്ചിൻ, അതായത് പെട്രോൾ ഡീസൽ എഞ്ചിൻ, വിത്ത് an ഇലക്ട്രിക് മോട്ടർ. അപ്പോഴാണ് ഇതിനെ ഹൈബ്രിഡ് എഞ്ചിൻസ് എന്ന് പറയുന്നത്. ഗുണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്യൂവൽ എഫിഷ്യൻസി കൂടുതലായിരിക്കും, നേരത്തേക്കാളും കുറച്ച് കമ്പഷൻ അല്ലെങ്കിൽ കുറച്ച് എക്സോസ്റ്റ് ഗ്യാസസ് വരത്തുള്ളൂ. അപ്പൊ ഇതിന് 3 ടൈപ്പ് ഹൈബ്രിഡ് എഞ്ചിൻസ് ഉണ്ട്. ഒരെണ്ണം എന്ന് വെച്ചാൽ സീരീസ് എഞ്ചിൻ. ഫസ്റ്റ് വൺ സീരീസ് എഞ്ചിൻ. സീരീസ് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് എൻ എഞ്ചിൻ ഒരു ജനറേറ്ററിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ജനറേറ്റർ ഇലക്ട്രിക്കൽ പവർ ജനറേറ്റ് ചെയ്യും. അവിടെ നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ പവർ വെച്ചിട്ട് മോട്ടറിനെ റൺ ചെയ്യും. ഇപ്പൊ ബാറ്ററി സ്റ്റോർ ചെയ്ത് ഇൻവെർട്ടർ വെച്ചിട്ട് മോട്ടറിനെ റൺ ചെയ്ത് അതായിരിക്കും വെഹിക്കിളിന് വീൽസിലോട്ട് പവർ കൊടുക്കുന്നത്. അതാണ് സീരീസ്. പാരലൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ വഴി ട്രാൻസ്മിഷൻ വഴി വീലിലോട്ട് പവർ പോകും. അതേപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം സെപ്പറേറ്റ് ഒരു ബാറ്ററി വെച്ചിട്ട് ഇലക്ട്രിക് മോട്ടർ വഴി വീലിലോട്ട് പവർ കൊടുക്കാൻ പറ്റും. ഇതൊരു സീരീസ് കണക്ഷൻ പോലെയാണ്. എഞ്ചിൻ, ജനറേറ്റർ, ഇൻവെർട്ടർ, മോട്ടർ, പവർ ടു ദ വീൽസ്. ഇവിടെ എഞ്ചിൻ, ട്രാൻസ്മിഷൻ, പവർ ടു ദ വീൽസ് ഉണ്ട്. അതേപോലെ ബാറ്ററി, ഇൻവെർട്ടർ, മോട്ടർ, പവർ ടു ദ വീൽസ്. അങ്ങനെ പാരലൽ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത സാധനമാണ് സീരീസ് പാരലൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. സീരീസ് പാരലൽ എന്ന് പറയുമ്പോഴത്തേക്ക് എഞ്ചിൻ വെച്ച് ഒരു പവർ സ്പ്ലിറ്റർ വെച്ചിട്ട് പവർ വീൽസിലോട്ട് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം ജനറേറ്റർ വഴി ഇൻവെർട്ടർ വെച്ച് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇൻവെർട്ടറിൽ നിന്ന് മോട്ടറിലോട്ട് കൊടുത്ത് വീൽസിലോട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത് രണ്ടും വരുന്നുണ്ട്. സീരീസ് കണക്ഷനും ഉണ്ട്, പാരലൽ കണക്ഷനും ഉണ്ട്.
So both engine can give power to this and the inverter or the motor can also give power to this. അതിനെ പറ്റിയുള്ള notes ആയിരുന്നു. ഇപ്പൊ സീരീസിനകത്ത് gasoline engine is not connected to the wheels and is only used to produce electricity for a generator that recharges the battery in this design. An electric motor serves to provide all the propulsion. സീരീസിനകത്ത് പാരലിനകത്ത് these are the most common types. So normally ഇപ്പോൾ hybrid engines എന്ന് പറയുമ്പോഴത്തേക്ക് parallel hybrids ആണ് വരുന്നത്. അപ്പൊ അതിനകത്ത് both electric motor and gasoline engine are connected in a common transmission that blends the two power sources. The vehicles are powered either directly by a gas engine, by an electric motor, or by a combination of both. ഇതാണ് പാരലൽ അകത്ത്. പിന്നെ സീരീസ് പാരലൽ ആകുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ കണക്കിന് you will have all these things. Engine നിന്ന് ഡയറക്റ്റ് കൊടുക്കാം, മോട്ടറിന് ഡയറക്റ്റ് കൊടുക്കാം, അറ്റ് ദ സെയിം ടൈം എഞ്ചിനിന് ബാറ്ററി റീചാർജ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇതോടെ നിങ്ങളുടെ മോഡ്യൂൾ 1 തീരും. അപ്പൊ നിങ്ങൾ എക്സാമിന് എന്തായാലും നേരത്തെ പറഞ്ഞ 5th വീഡിയോ വരെ ഉള്ളതേ ഉള്ളൂ. ഇതോടെ മോഡ്യൂൾ 1 തീരും. അപ്പൊ നാളെ നമുക്ക് മോഡ്യൂൾ 1 അല്ല മോഡ്യൂൾ 4 തീരും. നാളെ മോഡ്യൂൾ 5 സ്റ്റാർട്ട് ചെയ്യാം.